ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെടാത്ത ഭാഗങ്ങൾ സർക്കാർ വെട്ടിയതിൽ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഈ ഭാഗങ്ങൾ സർക്കാർ ഒഴിവാക്കിയത് എന്തിനാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൊച്ചി മഹിളാ കോൺഗ്രസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. 4.5 വർഷങ്ങൾക്ക് മുമ്പ് ഹേമ കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിലെ കുറച്ച് ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണുള്ളത്. നാടിന്റെ അഭിമാനമായ അഭിനേതാക്കളും സാങ്കേതിക പ്രവർത്തകരുമുള്ള ഒരു മേഖലയാണ് സിനിമ. ആ സിനിമാ ലോകത്ത് കുറച്ചുപേർ നടത്തിയ ലൈംഗിക ചൂഷണങ്ങളും ക്രിമിനൽ വൽക്കരണവും ലഹരി ഉപയോഗവുമാണ് റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയത് തന്നെ ഇരകളായ സ്ത്രീകളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ്. മൊഴികൾ പെൻ ഡ്രൈവുകളായും വാട്സപ്പ് മെസ്സേജുകളായും സർക്കാരിന്റെ ലോക്കറിലുണ്ട്. മുഖ്യമന്ത്രിക്കും കഴിഞ്ഞ സർക്കാരിലെയും ഈ സർക്കാരിലെയും സാംസ്കാരിക മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അറിയാം. എന്നാൽ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ആരെങ്കിലും പരാതി തന്നാൽ കേസെടുക്കാമെന്നാണ് സർക്കാർ പറയുന്നത്. കുറ്റകൃത്യങ്ങളുടെ ഒരു പരമ്പര നടന്നതിന് തെളിവായി ഇരകളുടെ മൊഴികളും പെൻഡ്രൈവുകളും ഉണ്ടായിട്ടും സർക്കാർ കേസെടുക്കാത്തത് എന്തുകൊണ്ടാണ്? കേസെടുത്തില്ലെങ്കിലും അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. റിപ്പോർട്ട് പുറത്ത് വിടരുതെന്ന് ജസ്റ്റിസ് ഹേമ കത്തിലൂടെ ആവശ്യപ്പെട്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമാണ്. ജസ്റ്റിസ് ഹേമ നൽകിയ കത്ത് സർക്കാരിന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ എന്ന ധൈര്യത്തിലാണ് മുഖ്യമന്ത്രി കള്ളം പറഞ്ഞത്. ലൈംഗിക ചൂഷണത്തിന് ഇരകളാകുന്നവരുടെ വിവരങ്ങൾ പരസ്യപ്പെടുത്തരുതെന്ന സുപ്രീം കോടതി മാർഗനിർദ്ദേശം അനുസരിച്ച് മാത്രമേ റിപ്പോർട്ട് പുറത്തുവിടാവൂ എന്നാണ് ജസ്റ്റിസ് ഹേമ ആവശ്യപ്പെട്ടത്. അതിനെയാണ് മുഖ്യമന്ത്രി ദുർവ്യാഖ്യാനം ചെയ്ത് പച്ചക്കള്ളം പറഞ്ഞത്. സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ കേസെടുക്കാതിരിക്കുകയോ ചെയ്താൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 199 അനുസരിച്ച് കുറ്റകൃത്യമാണ്. 4.5 വർഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മൂടിവെച്ച മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഭാരതീയ ന്യായ സംഹിത പ്രകാരം കുറ്റകൃത്യം ചെയ്തിരിക്കുകയാണ്. കുറ്റകൃത്യം നടന്നെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ കേസെടുക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. ഇരകളുടെയല്ല, വേട്ടക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സുപ്രീം കോടതിയെയും ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെയും മുന്നിൽ നിർത്തി വേട്ടക്കാരെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇത് നിയമപരമായി തെറ്റാണ്. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന നിയമപരമായ ബാധ്യത സർക്കാർ നടപ്പാക്കാൻ തയ്യാറാകുന്നില്ല. റിപ്പോർട്ട് കിട്ടിയപ്പോൾ കോവിഡ് ആയിപ്പോയത് കൊണ്ടാണ് ഒന്നും ചെയ്യാൻ സാധിക്കാതിരുന്നതെന്ന് മുൻ സാംസ്കാരിക മന്ത്രി പറയുന്നത്. അപ്പോൾ കോവിഡ് കാലത്ത് എന്തു കുറ്റകൃത്യങ്ങൾ നടന്നാലും സർക്കാർ കേസെടുക്കില്ലേ? കോവിഡ് കാലത്താണ് വഴിയിലൂടെ പോയവനും പുല്ലുവെട്ടാൻ പോയവനും എതിരെ സർക്കാർ കേസെടുത്തത്. എന്നിട്ടാണ് കോവിഡ് ആയതുകൊണ്ട് നടപടിയെടുക്കാൻ പറ്റാതിരുന്നതെന്ന് സാംസ്കാരിക മന്ത്രിയായ ബാലൻ പറയുന്നത്. റിപ്പോർട്ടിലെ ചില പ്രത്യേക ഭാഗങ്ങൾ വായിച്ചില്ലെന്നാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. ഈ വിഷയത്തെ പ്രതിപക്ഷം രാഷ്ട്രീയമായല്ല സമീപിക്കുന്നത്. കോൺഗ്രസിന്റെ UDF-ന്റെയും ഉറച്ച സ്ത്രീപക്ഷ നിലപാടിന്റെ ഭാഗമാണ് ഞങ്ങൾ ഈ വിഷയത്തെ സമീപിക്കുന്നത്. എത്ര വലിയ കൊമ്പന്മാരാണ് അപ്പുറത്തെങ്കിലും ഞങ്ങൾ ഇരകളാകപ്പെട്ട സ്ത്രീകൾക്കൊപ്പമാണ്. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പ്രതിപക്ഷം സ്വീകരിച്ച കാർക്കശ്യമുള്ള സ്ത്രീപക്ഷ നിലപാടായിരുന്നു ഇതെന്ന് ചരിത്രം വിലയിരുത്തും. ആരോപണ വിധേയരെയും ഇരകളെയും ഒന്നിച്ചിരുത്തിയാണ് സർക്കാർ കോൺക്ലേവ് നടത്തുമെന്ന് പറയുന്നത്. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാതെയും ഇരകൾക്ക് നീതി നൽകാതെയും കൊച്ചിയിൽ കോൺക്ലേവ് നടത്താൻ അനുവദിക്കില്ല. ജനങ്ങളെ വിഡ്ഢികളാക്കരുത്, ഇരകളെ അപമാനിക്കരുത്. സ്ത്രീപക്ഷ നിലപാടിൽ സർക്കാരിന് ഒരു ആത്മാർത്ഥതയുമില്ല. സർക്കാർ ആരെയാണ് ഭയപ്പെടുന്നത്? ഞങ്ങൾ പറഞ്ഞ അതേ വാചകങ്ങളാണ് WCCയും ഹൈക്കോടതിയും പറഞ്ഞത്. പ്രതിപക്ഷത്തിന്റെ ന്യായമായ ചോദ്യങ്ങൾക്കൊന്നും മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല. ഇഷ്ടമുള്ള ചോദ്യങ്ങൾ മാത്രം കേൾക്കാമെന്ന് മുഖ്യമന്ത്രി കരുതേണ്ട. അപ്രിയങ്ങളായ ചോദ്യങ്ങളാണ് കേരളത്തിന്റെ പൊതുമനസാക്ഷി നിങ്ങളുടെ നേരെ കൈചൂണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഓർക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.